Hello all, welcome back to chemistry class. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോകെമിസ്ട്രി എന്ന പുതിയ ചാപ്റ്റർ തുടങ്ങിയിരുന്നു അല്ലേ? അപ്പോൾ അതിലെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മെറ്റൽസിൻ്റെ ആസിഡ്സുമായിട്ട് അതുപോലെ വാട്ടറുമായിട്ട് എയറുമായിട്ടൊക്കെയുള്ള റിയാക്ഷൻ എങ്ങനെയാണ് എന്ന് പഠിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് പഠിച്ചു? ഒരു റിയാക്ടിവിറ്റി സീരീസ് എന്താണ് എന്ന് പഠിച്ചു അല്ലേ? മെറ്റൽസിനെ അവരുടെ റിയാക്ടിവിറ്റിയുടെ ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സീരീസ് ആണ് റിയാക്ടിവിറ്റി സീരീസ് എന്ന് പഠിച്ചു. അതിൽ റിയാക്ടിവിറ്റി സീരീസ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതിൽ മെറ്റൽസിൻ്റെ റിയാക്ടിവിറ്റി കമ്പയർ ചെയ്യുന്നതിന് വേണ്ടി ഹൈഡ്രജനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. റിയാക്ടിവിറ്റി സീരീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ? ഡിസ്പ്ലേസ്മെന്റ് എന്ന വേർഡ് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ഡിസ്പ്ലേസ്മെന്റ് എന്തിൻ്റെ ഒരു സ്ഥാനമാറ്റാണ് അല്ലേ? എന്തോ ഒന്നിന് അവിടെ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നുണ്ട് ഈ റിയാക്ഷനിൽ. അപ്പം നമ്മൾ മെറ്റൽസിനെ കുറിച്ചാണല്ലോ പഠിക്കുന്നത്, മെറ്റൽസിന്റെ റിയാക്ഷൻസ് ആണല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ ഈ റിയാക്ഷനിൽ ഈ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഏതോ ഒരു മെറ്റലിന് ഈ റിയാക്ഷനിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പഠിക്കാം. അപ്പോൾ നമ്മൾ റിയാക്ടിവിറ്റി സീരീസിന്റെ ബേസ് ചെയ്തിട്ടാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച റിയാക്ടിവിറ്റി സീരീസ് ഒന്നുകൂടി ഓർത്തെടുക്കാം. റിയാക്ടിവിറ്റി സീരീസിൽ നമ്മുടെ എലമെന്റ്സിന്റെ റിയാക്ടിവിറ്റി ഡിക്രീസ് ചെയ്ത് വരുന്ന ക്രമത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അല്ലേ? റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസ് മുകളിലായിട്ടും താഴേക്ക് വരുന്തോറും റിയാക്ടിവിറ്റി കുറഞ്ഞു വരുന്നു. അതിൽ ഹൈഡ്രജനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കമ്പാരിസന് വേണ്ടിയിട്ടാണ്. ഹൈഡ്രജന് മുകളിലുള്ള മെറ്റൽസ് എല്ലാം when react with dilute HCl they displace hydrogen. ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹൈഡ്രജന് താഴെയുള്ള എലമെന്റ്സ് do not displace hydrogen from dilute HCl. അപ്പോൾ ഹൈഡ്രജന് താഴെയുള്ളത് ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണ്. ഹൈഡ്രജന് മുകളിലുള്ളത് റിയാക്ടിവിറ്റി കൂടി വരുന്ന ക്രമത്തിൽ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണ്. അപ്പോൾ അതിൽ നോക്കി നിങ്ങൾ ഈ ഒരു റിയാക്ടിവിറ്റി സീരീസിനെ കുറിച്ചൊരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മെഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയേൺ, നിക്കൽ, ടിൻ, ലെഡ് ഇത്രയാണ് ഹൈഡ്രജന് മുകളിലുള്ളത്. അപ്പോൾ ഈ ഓർഡർ ഒന്ന് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. ഏകദേശം ഇപ്പം മെഗ്നീഷ്യം ആണോ സിങ്ക് ആണോ റിയാക്ടിവിറ്റി കൂടുതലുള്ളത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ കഴിയണം മെഗ്നീഷ്യം ആണ് എന്ന്. ആ തരത്തിൽ നിങ്ങൾ ഈ റിയാക്ടിവിറ്റി സീരീസ് ഒന്ന് പഠിക്കണം. ഹൈഡ്രജന്റെ താഴെയുള്ളത് എളുപ്പമാണ്. കോപ്പർ, സിൽവർ, ഗോൾഡ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി കുറവാണ് സിൽവറിന്, സിൽവറിനേക്കാൾ റിയാക്ടിവിറ്റി കുറവാണ് ഗോൾഡിന്. അപ്പം ഈ റിയാക്ടിവിറ്റി സീരീസ് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഓർത്ത് വെക്കുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പം ഇന്നത്തെ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള റിയാക്ടിവിറ്റി സീരീസ് കയ്യിലെടുത്ത് വെക്കുക. നമുക്ക് ആ റിയാക്ടിവിറ്റി സീരീസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ആ റിയാക്ടിവിറ്റി സീരീസ് എടുത്ത് വെക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് എന്താണെന്ന് നോക്കാം. റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അതായത് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് സിങ്ക് റോഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. സിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു മെറ്റലാണ് അല്ലേ? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ചെറിയ ക്ലാസ് മുതൽ നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ കാണുന്നതാണ്. എങ്ങനെയാണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്? കോപ്പർ സൾഫേറ്റിന് നല്ല ഭംഗിയുള്ള ബ്ലൂ ക്രിസ്റ്റൽസ് ഉണ്ടായിരിക്കും അല്ലേ? ബ്ലൂ ക്രിസ്റ്റൽസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ കിട്ടും. അപ്പം അതിന് നല്ല ബ്ലൂ കളറാണ് ഉണ്ടാവുക. ആ ബ്ലൂ കളറിന് കാരണം എന്താണ്? കോപ്പർ സൾഫേറ്റിന്റെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലുള്ള Cu2+ അയോണുകളാണ് എന്ത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന് ബ്ലൂ കളർ കൊടുക്കുന്നത്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ Cu2+, SO4 അയോൺസ് ആണുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കി. പിക്ചറിൽ നോക്കൂ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കി. ഇനി ചെയ്യേണ്ടത് ഒരു സിങ്കിന്റെ റോഡ് നമ്മുടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുന്നു. ഒന്ന് ഡിപ്പ് ചെയ്യാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പം എന്തായാലും റിയാക്ഷൻസ് നടക്കുമല്ലോ. ഇവിടെ സിങ്കും കോപ്പർ സൾഫേറ്റും തമ്മിൽ റിയാക്ട് ചെയ്യും. അങ്ങനെ ആഫ്റ്റർ സം ടൈംസ് എന്ത് കാണാൻ കഴിയും? നമുക്ക് എന്താ കാണാൻ കഴിയുക? കുറച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സിങ്ക് റോഡിൽ
കുറേ ബ്ലൂ കളറിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം. സിങ്ക് റോഡ് നമ്മൾ ഡിപ്പ് ചെയ്ത ഭാഗം ബ്ലൂ കളറായി മാറിയിട്ടുണ്ടായിരിക്കും. What happened to sink road? Sink road turns to blue color. Then അപ്പം എന്തായിരിക്കും ഇതിനുള്ള റീസൺ? ഇങ്ങനെ സിങ്ക് റോഡ് ബ്ലൂ കളറായി മാറാനുള്ള റീസൺ എന്താണ്? നമ്മൾ സിങ്ക് റോഡ് ബ്ലൂ കളറിൽ നമ്മുടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഉണ്ടായിരുന്ന Cu2+ അയോണുകൾ എന്ത് ചെയ്യും? സിങ്ക് റോഡിൽ കോപ്പർ ആയിട്ട് പറ്റിപ്പിടിക്കും. സൊല്യൂഷനിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഉണ്ടായിരുന്ന Cu2+ അയോണുകൾ എവിടേക്ക് പോകും? നമ്മുടെ സിങ്ക് റോഡിൽ പോയിട്ട് പറ്റിപ്പിടിക്കും. അപ്പൊ ഇവിടെ അപ്പൊ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും നമ്മുടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ ബ്ലൂ കളറിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു വരുന്നുണ്ട് അല്ലെ? നോക്കി, ആദ്യം നമ്മുടെ നല്ല ബ്ലൂ കളറായിരുന്നു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. പിന്നെ രണ്ടാമത് സിങ്ക് ഇട്ട് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ ബ്ലൂ കളറ് മങ്ങി തുടങ്ങി അല്ലെ? ഇന്റൻസിറ്റി കുറഞ്ഞു. എന്തായിരിക്കും അതിന് കാരണം? നിങ്ങൾക്കറിയാം, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ ബ്ലൂ കളറിന് കാരണം അതിലുള്ള Cu2+ അയോണുകളാണ്. അപ്പൊ ആ അയോണുകൾ Cu2+ അയോണുകൾ കോപ്പർ Cu ആയിട്ട് ആ സിങ്ക് റോഡിൽ പറ്റി പിടിക്കുമ്പോൾ സൊല്യൂഷനിലുള്ള Cu2+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ കുറയും അല്ലെ? Cu2+ അയോൺസ് ഒക്കെ സിങ്ക് റോഡ് പോയി പറ്റി പിടിച്ചില്ലേ Cu ആയിട്ട്? അപ്പൊ അവിടെ സൊല്യൂഷനിലുള്ള Cu2+ അയോണിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? കളർ എന്ത് ചെയ്യും? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ കളറിന്റെ ഇന്റൻസിറ്റി കുറയും, ബ്ലൂ കളർ കുറയും. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്താണ് റിയാക്ഷൻ നടക്കുന്നത്? നമ്മൾ ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ സിങ്ക് റോഡ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലുള്ള Cu2+ അയോണുകളെല്ലാം കോപ്പർ ആയിട്ട് Cu ആയിട്ട് സിങ്ക് റോഡിൽ പറ്റിപ്പിടിക്കുന്നു. അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, സിങ്ക് റോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ ബ്ലൂ കളറിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു വരുന്നു. കാരണം സൊല്യൂഷനിലുള്ള Cu2+ അയോണുകൾ സിങ്ക് റോഡിൽ പോയിട്ട് പറ്റിപ്പിടിച്ചു കഴിഞ്ഞു. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഹാപ്പൻ ടു സിങ്ക് റോഡ്? എന്താണ്? സിങ്ക് റോഡ് ടേൺസ് ടു ബ്ലൂ കളർ അല്ലെ? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? When zinc rod dipped in copper sulfate solution, Cu2+ ions in the solution get deposited at the zinc rod as Cu atoms. Cu2+ അയോണുകൾ Cu atoms ആയിട്ട് നമ്മുടെ സിങ്ക് റോഡിൽ പോയിട്ട് പറ്റിപ്പിടിച്ചു, ഡെപ്പോസിറ്റ് ചെയ്തു. What is the reason for the change in intensity of the color of CuSO4 solution? എന്തുകൊണ്ടാണ് CuSO4 സൊല്യൂഷന്റെ കളറിലുള്ള ഇന്റൻസിറ്റി കുറഞ്ഞത്? ബ്ലൂ കളർ ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് Cu2+ അയോൺസ്. When zinc rod dipped in copper sulfate solution, the Cu2+ ions in the solution deposited at the zinc rod. Hence, the concentration of Cu2+ ions in the solution decreases. The blue color also decreases. അപ്പോൾ ഇവിടെ നടന്ന റിയാക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ആ റിയാക്ഷന്റെ കെമിക്കൽ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കിയാലോ. നമ്മളിവിടെ എന്താ ചെയ്തത്? സിങ്ക് റോഡിനെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തു. അപ്പോൾ Zn സിങ്ക് പ്ലസ് Zn പ്ലസ് CuSO4 gives എന്താ സംഭവിച്ചത്? ZnSO4 പ്ലസ് Cu. അപ്പൊ ഇവിടെ സിങ്ക് റോഡിൽ ഉണ്ടായിരുന്ന സിങ്ക് Zn2+ ആറ്റംസ് ആയിട്ട് Zn2+ അയോൺസ് ആയിട്ട് നമ്മുടെ സൊല്യൂഷനിലേക്ക് വരും ചെയ്തു. സൊല്യൂഷനിൽ ഉണ്ടായിരുന്ന Cu2+ അയോൺസ് Cu ആയിട്ട് സിങ്ക് റോഡിൽ പറ്റിപ്പിടിക്കുകയും ചെയ്തു. അപ്പൊ Zn പ്ലസ് CuSO4 gives ZnSO4 പ്ലസ് Cu. ഇതാണ് ഇവിടെ നടന്ന കെമിക്കൽ റിയാക്ഷന്റെ ഇക്വേഷൻ. ഇവിടെ ഇപ്പൊ ഈ റിയാക്ഷനിൽ ഏത് മെറ്റലാണ് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടത്? നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് ആണല്ലോ പറയുന്നത്. അപ്പൊ ഈ ഒരു റിയാക്ഷനിൽ സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, ഈ ഒരു റിയാക്ഷനിൽ ഏത് മെറ്റലാണ് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടത്? ഏതാണ്? കോപ്പർ ആണ് അല്ലെ? കോപ്പർ എന്ത് ചെയ്തു? കോപ്പറിന്റെ സൊല്യൂഷനിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടു Cu ആയിട്ട് അല്ലെ? Cu2+ അയോണുകൾ Cu ആയിട്ട് നമ്മുടെ സിങ്ക് റോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടു. അപ്പൊ ഇവിടെ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട മെറ്റൽ കോപ്പർ ആണ്. കോപ്പർ ആണ് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടത്. ഇനി വിച്ച് ഈസ് മോർ റിയാക്റ്റീവ്, സിങ്ക് ഓർ കോപ്പർ? നിങ്ങൾ റിയാക്ടിവിറ്റി സീരീസ് കയ്യിലുണ്ടല്ലോ, അതിലൊന്ന് നോക്കൂ. സിങ്ക് ആണോ കോപ്പർ ആണോ റിയാക്ടിവിറ്റി കൂടിയത്? സിങ്ക് ആണ്.
നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം കോപ്പർ ഹൈഡ്രജന് താഴെയാണ് അല്ലെ, അപ്പൊ ലെസ് റിയാക്റ്റീവ് ആണ്. പക്ഷെ സിങ്ക് ഒക്കെ എവിടെയാണ്? സിങ്ക് ഹൈഡ്രജന് മുകളിലാണ്, അപ്പൊ നല്ല റിയാക്റ്റീവ് ആണ്. അപ്പൊ ഇതിൽ റിയാക്ടിവിറ്റി കൂടുതൽ സിങ്കിനാണ്. അപ്പൊ സിങ്ക് പ്ലേസ്ഡ് above Cu in the reactivity series because zinc has a higher reactivity than Cu. Due to the higher reactivity, zinc displaces Cu from copper sulfate solution. അപ്പൊ സിങ്കും കോപ്പറും രണ്ട് മെറ്റൽസ്, ഈ സിങ്കിലും കോപ്പറിലും ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി സിങ്കിനാണ്. അതുകൊണ്ട് റിയാക്ടിവിറ്റി കൂടിയ സിങ്ക് റിയാക്ടിവിറ്റി കുറഞ്ഞ കോപ്പറിനെ അതിന്റെ സൊല്യൂഷനിൽ നിന്നും എന്ത് ചെയ്തു? ഡിസ്പ്ലേസ് ചെയ്തു. അപ്പൊ ഇവിടെ റിയാക്ടിവിറ്റി കൂടിയ മെറ്റല് റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിനെ അതിന്റെ സൊല്യൂഷനിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഡിസ്പ്ലേസ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ മനസ്സിലായില്ലേ? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് നമ്മൾ പറയാൻ കാരണം എന്താണെന്ന് മനസ്സിലായില്ലേ? സിങ്ക് പ്ലേസ്ഡ് above Cu in the reactivity series because zinc has a higher reactivity than Cu. Due to the higher reactivity of zinc, it displaces Cu from copper sulfate solution. അപ്പൊ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിനെ അതിന്റെ സൊല്യൂഷനിൽ നിന്നും ആരാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്? റിയാക്ടിവിറ്റി കൂടിയ മെറ്റല് ഡിസ്പ്ലേസ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ പിക്ചർ നോക്കിയാൽ കാണാം, ഇവിടെ കണ്ടില്ലേ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഉണ്ടായിരുന്ന കോപ്പർ സൾഫേറ്റ് അയോൺസ് Cu ആയിട്ട് നമ്മുടെ സിങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് സിങ്ക് ആറ്റംസ്, ഈ സിങ്ക് റോഡിലുള്ള സിങ്ക് ആറ്റംസ് എന്താണ്? Zn2+ ആയിട്ട് നമ്മുടെ സൊല്യൂഷനിലേക്ക് പോകുന്നതാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഇക്വേഷൻസ് ഒന്ന് നോക്കാം. ഈ ഒരു റിയാക്ഷന്റെ ഇക്വേഷൻ നേരത്തെ നമ്മൾ പറഞ്ഞു, Zn + CuSO4 gives ZnSO4 + Cu. ഈ ഒരു റിയാക്ഷനിൽ നിങ്ങൾക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതാൻ അറിയാമല്ലോ, നമ്മൾ 9ൽ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വെച്ചിട്ട് ഓരോ മെറ്റലിനും ഉണ്ടായ ചേഞ്ച് ഒന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ സിങ്ക് റോഡിൽ Zn ആയിട്ട് നിൽക്കുമ്പോൾ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ് അല്ലെ, സിങ്ക് ആണ്, Zn ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. ഇനി പ്ലസ് CuSO4 നമുക്കറിയാം കോപ്പറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2+ഉം SO4ൻ്റെത് 2-ഉം അല്ലെ, Cu2+ഉം SO4 2- ആണ്. ഇനി അതിനുശേഷം റിയാക്ട് ചെയ്തതിന് ശേഷം ഉണ്ടായ പ്രൊഡക്ട്സ് എന്തൊക്കെയായിരുന്നു? ZnSO4ഉം Cu ആണ്. അപ്പൊ ZnSO4ൽ Znന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2+ ആണ്, SO4ൻ്റെത് 2- ആണ് അല്ലെ, Zn2+ഉം SO4 2-ഉം പ്ലസ് Cu എന്തായിട്ട് മാറി? കോപ്പർ മെറ്റൽ ആയിട്ട് മാറില്ലേ ചെയ്തത്, Cu2+ Cu ആയിട്ട് മാറി, അതായത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. ഇനി ഇവിടെ ഓരോ മെറ്റലിനും നടന്ന, അപ്പൊ സിങ്കും കോപ്പറും ആണ് ഇവിടുത്തെ മെറ്റൽ, ആ മെറ്റലിന് നടന്ന മാറ്റങ്ങൾ നമുക്കൊന്ന് എഴുതി നോക്കാം. സിങ്ക് Zn എന്തായിട്ട് മാറി? Zn2+ ആയിട്ട് മാറി അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാത്? Zn gives Zn2+ + 2 ഇലക്ട്രോൺ. Zn എന്ത് ചെയ്തു? 2 ഇലക്ട്രോൺസിന് വിട്ടുകൊടുത്ത് Zn2+ അയോൺ ആയിട്ട് മാറി. അപ്പം നമുക്ക് Zn gives Zn2+ + 2 ഇലക്ട്രോൺ എന്ന് എഴുതാം അല്ലെ. ഇനി സിങ്ക് വിട്ടുകൊടുത്ത ഈ 2 ഇലക്ട്രോണിനെയാണ് നമ്മുടെ സൊല്യൂഷനിൽ ഉണ്ടായിരുന്ന കോപ്പർ അക്സെപ്റ്റ് ചെയ്യുന്നത്. Cu2+ ആയിട്ടാണല്ലോ സൊല്യൂഷനിൽ നിൽക്കുന്നത്. ആ Cu2+ 2 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് Cu ആയിട്ട് മാറും അല്ലെ. Cu2+ + 2 ഇലക്ട്രോൺ ഗീവ് Cu അല്ലെ. ഇവിടെ കോപ്പർ സൾഫേറ്റിൽ Cu2+ അയോൺ ആയിരുന്നു, അത് Cu ആയിട്ട് മാറി. ഇപ്പൊ Cu2+ + 2 ഇലക്ട്രോൺ ഗീവ് Cu അല്ലെ. കോപ്പർ Cu2+ എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന അയോൺ ആണ്. അപ്പൊ അതിന് 2 ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ അത് Cu ആയിട്ട് മാറും. ആ നഷ്ടപ്പെട്ട 2 ഇലക്ട്രോൺ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞാൽ Cu ആയിട്ട് മാറും. അപ്പൊ ഇവിടെ സിങ്കിന് നടന്നത് നോക്കൂ, Zn gives Zn2+ + 2 ഇലക്ട്രോൺ. അപ്പൊ ഇവിടെ സിങ്ക് 2 ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യാണ്? കൊടുക്കുകയാണ് ചെയ്തത് അല്ലെ, അതിന് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ അതെന്താണ്? ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ് അല്ലെ. ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നത് ഓക്സിഡേഷൻ ആണ്. അപ്പൊ സിങ്കിന് ഇവിടെ ഓക്സിഡേഷൻ ആണ് സംഭവിച്ചത്. ഇനി Cu2+ + 2 ഇലക്ട്രോൺ ഗീവ് Cu. അപ്പൊ ഇവിടെ കോപ്പർ 2 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്തത്. Cu2+ അയോൺ 2 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്തു. അപ്പം ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? റിഡക്ഷൻ ആണ് അല്ലെ. അപ്പം ഈ ഒരു റിയാക്ഷനിൽ Zn + CuSO4 gives ZnSO4 + Cu എന്ന ഈ ഒരു റിയാക്ഷനിൽ സിങ്കിന് ഓക്സിഡേഷനും അതുപോലെ കോപ്പറിന് റിഡക്ഷനും സംഭവിച്ചു അല്ലെ. Oxidation of zinc and reduction of copper takes place simultaneously. Hence, it is a
റിഡോക്സ് റിയാക്ഷൻ അല്ലേ? നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ ആ റിയാക്ഷനെ എന്ത് പറയും? റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയും. അപ്പൊ ഈ ഒരു റിയാക്ഷൻ, ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ റിഡോക്സ് റിയാക്ഷൻ ആണ്. അപ്പൊ മനസ്സിലായോ? അപ്പൊ സിങ്കിന്റെയും അതുപോലെ സിങ്ക് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ സംഭവിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഒന്നുമില്ല, എന്താണ്? സിങ്ക് കോപ്പർ ഇവയിൽ റിയാക്ടിവിറ്റി കൂടുതൽ സിങ്കിനാണ്. അപ്പൊ റിയാക്ടിവിറ്റി കൂടിയ സിങ്ക് കോപ്പറിനെ അതിന്റെ സൊല്യൂഷനിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യുന്നു. അപ്പൊ സൊല്യൂഷനിൽ ഉണ്ടായിരുന്ന Cu2+ അയോൺസ് കോപ്പർ ആയിട്ട് സിങ്ക് റോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. ഇതാണ് സിങ്കും കോപ്പർ സൾഫേറ്റും തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഇനി നമുക്ക് മറ്റൊരു റിയാക്ഷൻ നോക്കാം. കോപ്പർ പ്ലേറ്റ് ഇമ്മേഴ്സ്ഡ് ഇൻ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. കോപ്പർ പ്ലേറ്റ് ഇമ്മേഴ്സ്ഡ് ഇൻ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷന്റെ കളർ വൈറ്റ് കളറാണ്, അങ്ങനെ ബ്ലൂ കളർ ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ ഇതിൽ കണ്ടില്ലേ, പിക്ചറിൽ കണ്ട പോലെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ബീക്കറിൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ എടുത്തിട്ട് അതിൽ കോപ്പർ പ്ലേറ്റ് ഇമ്മേഴ്സ് ചെയ്ത് വെച്ചു. ഒന്ന് ഇമ്മേഴ്സ് ചെയ്തു. അപ്പം എന്താണ് സംഭവിക്കുക? എന്ത് റിയാക്ഷൻ ആണ് സംഭവിക്കുക നോക്കാം. ആഫ്റ്റർ സം ടൈംസ് നമ്മൾ നോക്കുന്ന സമയത്ത് എന്ത് കാണാം? ഈ ഒരു വൈറ്റ് കളർ ഉണ്ടായിരുന്ന സിൽവർ നൈട്രേറ്റ് സൊല്യൂഷന്റെ കളർ ബ്ലൂ കളറായിട്ട് മാറിയത് കാണാം. എന്തുകൊണ്ടായിരിക്കാം ഇവിടെ ബ്ലൂ കളറായിട്ട് മാറിയത്? The color of silver nitrate solution turns blue color. What is the reason for this? എന്തായിരിക്കും റീസൺ? എന്താണ്? കോപ്പർ പ്ലേസസ് എബവ് സിൽവർ ഇൻ റിയാക്ടിവിറ്റി സീരീസ്. റിയാക്ടിവിറ്റി സീരീസിൽ നിങ്ങൾ റിയാക്ടിവിറ്റി സീരീസ് നോക്കൂ. അതിൽ കോപ്പറിന്റെയും സിൽവറിന്റെയും പൊസിഷൻ ഒന്ന് നോക്കൂ. എവിടെയാണ് കോപ്പർ? കോപ്പറും സിൽവറും ഹൈഡ്രജന് താഴെയാണ്. അതിൽ തന്നെ കോപ്പറിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ അല്ലെ? അത് കഴിഞ്ഞല്ലേ സിൽവർ വരുന്നത്. കുറവാണെങ്കിൽ പോലും കോപ്പറിന്റെ റിയാക്ടിവിറ്റിനേക്കാളും കുറവാണ് സിൽവറിന്റെ. അപ്പൊ കോപ്പർ ആണ് റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ അല്ലെ? ഡ്യൂ ടു ദ ഹയർ റിയാക്ടിവിറ്റി ഓഫ് കോപ്പർ ദാൻ സിൽവർ, കോപ്പർ ഡിസ്പ്ലേസസ് സിൽവർ ഫ്രം സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. നമ്മൾ പറഞ്ഞല്ലോ, റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിനെ അതിന്റെ സൊല്യൂഷനിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ റിയാക്ടിവിറ്റി കൂടിയത് കോപ്പറിനാണ്. അപ്പൊ കോപ്പർ എന്ത് ചെയ്യുന്നു? സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിൽ നിന്നും സിൽവറിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു അല്ലെ? ആ സമയത്ത് നമ്മുടെ കോപ്പർ പ്ലേറ്റിൽ ഉണ്ടായിരുന്ന Cu2+ അയോൺസ്, Cu എന്തായിട്ട് മാറി? കോപ്പർ പ്ലേറ്റിൽ ഉണ്ടായിരുന്ന കോപ്പർ Cu ആറ്റംസ് എന്ത് ചെയ്തു? Cu2+ അയോൺസ് ആയിട്ട് നമ്മുടെ സൊല്യൂഷനിൽ എന്ത് ചെയ്തു? ഡിസോൾവ് ചെയ്തു. അപ്പം എന്ത് സംഭവിക്കും? സൊല്യൂഷന് ബ്ലൂ കളർ വരും അല്ലെ? ബ്ലൂ കളറിന് കാരണം ആരാണ്? Cu2+ അയോൺസ് ആണ്. അപ്പൊ നമ്മുടെ കോപ്പർ പ്ലേറ്റിൽ ഉണ്ടായിരുന്ന Cu ആറ്റംസ് Cu2+ ആയിട്ട് നമ്മുടെ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യും. അപ്പൊ സൊല്യൂഷൻ ബ്ലൂ കളറായിട്ട് മാറും. അപ്പൊ ഇവിടെ സിങ്കിന്റെയും കോപ്പർ സൾഫേറ്റിന്റെയും റിയാക്ഷൻ സെയിം ആയിട്ട് തന്നെയാണ്. അപ്പൊ ഇവിടെ കോപ്പറും സിൽവറും ആണ്. അതിൽ ആർക്കാണ് റിയാക്ടിവിറ്റി എന്ന് നോക്കുക. ആർക്കാണ് റിയാക്ടിവിറ്റി? കോപ്പറിനാണ്. അപ്പൊ റിയാക്ടിവിറ്റി കൂടിയ കോപ്പർ റിയാക്ടിവിറ്റി കുറഞ്ഞ സിൽവറിനെ അതിന്റെ സൊല്യൂഷനിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്തു അല്ലെ? AgNO3 സൊല്യൂഷനിൽ നിന്നും Ag കോപ്പർ ഡിസ്പ്ലേസ് ചെയ്തു അല്ലെ? അതുകൊണ്ട് അപ്പം നമ്മുടെ കോപ്പർ പ്ലേറ്റിൽ ഉണ്ടായിരുന്ന കോപ്പർ Cu2+ ആയിട്ട് സൊല്യൂഷനിലേക്ക് വന്നത് കൊണ്ടാണ് നമ്മുടെ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ കുറച്ച് കഴിയുമ്പോൾ ബ്ലൂ കളറായിട്ട് മാറിയത്. ഇതിന്റെ ഇക്വേഷൻസ് നോക്കാം. ഇവിടെ AgNO3 സിൽവർ നൈട്രേറ്റ് ആണ്. AgNO3 plus 2AgNO3 plus Cu gives CuNO3 twice plus 2Ag. ഇവിടെ ബാലൻസ് ചെയ്യാനാണ് 2 ഇട്ടുള്ളത്. നിങ്ങൾക്കറിയാം AgNO3 കോപ്പർ സൾഫേറ്റിന്റെ പോലെയോ സിങ്ക് സൾഫേറ്റിന്റെ പോലെയോ അല്ല. AgNO3യിലെ ചാർജ് എങ്ങനെയാണ്? Ag പ്ലസും NO3 മൈനസും ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? 2AgNO3 പ്ലസ് Cu gives CuNO3 twice plus 2Ag. കാരണം Cuന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2+ ആണല്ലോ. അപ്പം നമുക്ക് ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതി നോക്കാം. AgNO3യില് Ag പ്ലസും NO3 മൈനസും ആണ്. പിന്നെ കോപ്പറിന്റെ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെ? ഗിവ്സ് എന്താ ഉണ്ടാവുന്നത്? കോപ്പർ എന്ത് ചെയ്തു? കോപ്പർ 2 ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്ത് Cu2+ അയോൺസ് ആയിട്ട് സൊല്യൂഷനിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അവിടെ ഫോം ചെയ്യുന്നത് കോപ്പർ നൈട്രേറ്റ് CuNO3 ട്വൈസ് ആണ്. ഇവിടെ കോപ്പറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2+ ആണ്. NO3ക്ക്
മൈനസ് ആണ്, NO3 മൈനസ് ആണ്. അപ്പൊ ഇവിടെ ബാലൻസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു NO3 പോരാ അല്ലെ, 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ ട്വൈസ് വേണം. നമ്മള് മൊത്തത്തിൽ കോമ്പൗണ്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളുടെ സമ്മ് എന്ന് പറയുന്നത് 0 ആവണമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലെ. ഇത് 9th പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ Cu2+ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ എന്ത് വേണം? NO3 ട്വൈസ് വേണം. കാരണം NO3യുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മൈനസ് ആണ്. CuNO3 Cu2+ഉം NO3 മൈനസും ആണ്. അപ്പം CuNO3 ട്വൈസ് പ്ലസ് 2Ag. 2Ag ഇവിടെ Ag+ ആയിരുന്നു, അത് Ag ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തു അല്ലെ, ഡെപ്പോസിറ്റ് ചെയ്തു നമ്മുടെ കോപ്പർ പ്ലേറ്റിൽ. അപ്പൊ 2Ag. അപ്പൊ ഇവിടെ കോപ്പറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെ 2+ ആയതുകൊണ്ടും 2+ ആയതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2AgNO3 മൈനസ് 2AgNO3 പ്ലസ് Cu gives CuNO3 ട്വൈസ് പ്ലസ് 2Ag എന്ന് എഴുതുന്നത്. ബാലൻസ് ചെയ്താണ് ഇക്വേഷൻ. അപ്പൊ ഇവിടെ ഓരോ മെറ്റലിനും സംഭവിച്ച മാറ്റങ്ങൾ എന്തൊക്കെയാണ്? Ag+ എന്തായിട്ട് മാറി? Ag ആയിട്ട് മാറി അല്ലെ. അതുപോലെ Cu എന്തായിട്ട് മാറി? Cu2+ ആയിട്ട് മാറി. അപ്പൊ Cu gives Cu2+ പ്ലസ് 2 ഇലക്ട്രോൺ അല്ലെ. Cu 2 ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്തിട്ട് Cu2+ ആയിട്ട് മാറി. Cu gives Cu2+ പ്ലസ് 2 ഇലക്ട്രോൺ. അപ്പൊ ഇവിടെ നടന്ന പ്രോസസ്സ് എന്താണ്? ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുക, വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഏതാ പ്രോസസ്സ്? ഓക്സിഡേഷൻ ആണ് അല്ലെ. ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുക ഓക്സിഡേഷൻ ആണ്. അപ്പൊ ഇവിടെ ഓക്സിഡേഷൻ ആണ് നടന്നത്. ഇനി സിൽവറിന്റെ കേസിലോ Ag+ Ag ആയിട്ട് മാറി. അതായത് Ag+ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് Ag+ അയോണായിട്ട് മാറിയതാണ്. അപ്പൊ ആ കൊടുത്ത ഇലക്ട്രോണ് കിട്ടിക്കഴിഞ്ഞാൽ അത് Ag ആവും. അപ്പൊ ഇവിടെ Ag+ 2Ag ഉണ്ടല്ലോ, 2AgNO3 അല്ല, അപ്പൊ 2Ag ഉണ്ട്. അപ്പൊ 2Ag+ പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് 2Ag. ഒരു Ag+ ഒരു ഇലക്ട്രോണിനെയാണ് വാങ്ങുക. 2Ag+ 2 ഇലക്ട്രോൺ. കോപ്പർ വിട്ടുകൊടുത്ത, കോപ്പർ ഡൊണേറ്റ് ചെയ്ത 2 ഇലക്ട്രോൺസിനെ Ag എന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ ഒരു Agക്ക് ഒരു ഇലക്ട്രോണിനെയാണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 2 ഇലക്ട്രോൺ ഉണ്ടല്ലോ, അപ്പൊ 2Ag എടുക്കാം. ഈ ഇക്വേഷനിൽ 2Ag ഇല്ലേ, അപ്പൊ 2Ag+ പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് 2Ag. അവിടെ നടക്കുന്നത് എന്താണ്? റിഡക്ഷൻ ആണ് അല്ലെ. ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാണ്, അതായത് റിഡക്ഷൻ. അപ്പൊ ഇവിടെ ഓക്സിഡേഷൻ, കോപ്പറിന് ഓക്സിഡേഷനും സംഭവിച്ചു, അതുപോലെ സിൽവറിന് റിഡക്ഷനും സംഭവിച്ചു. അപ്പൊ ഇവിടെ ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ് അല്ലെ. അപ്പൊ സിൽവറിന്റെയും കോപ്പറിന്റെയും ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ മനസ്സിലായല്ലോ. ആരാണ്? റിയാക്ടിവിറ്റി കൂടിയ കോപ്പർ റിയാക്ടിവിറ്റി കുറഞ്ഞ സിൽവറിനെ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യുന്നു. അതിന് റിയാക്ടിവിറ്റി കൂടിയ കോപ്പറിന് സംഭവിക്കുന്നത് ഓക്സിഡേഷനും റിയാക്ടിവിറ്റി കുറഞ്ഞ സിൽവറിന് സംഭവിക്കുന്നത് റിഡക്ഷനുമാണ്. അപ്പൊ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ടോട്ടലി കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ, മെറ്റൽസ് ഹാവിംഗ് ഹൈ റിയാക്ടിവിറ്റി displace the metal having less reactivity from their salt solution. Such chemical reactions are known as displacement reactions. Metals with higher reactivity gets oxidized and those with lesser reactivity get reduced. Displacement reactions are redox reaction. ഇപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്താണ്? റിയാക്ടിവിറ്റി കൂടിയ മെറ്റല് റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിനെ അതിന്റെ സൊല്യൂഷനിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷനെയാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. മെറ്റൽസ് വിത്ത് ഹയർ റിയാക്ടിവിറ്റി ഗെറ്റ്സ് ഓക്സിഡൈസ്ഡ്. റിയാക്ടിവിറ്റി കൂടിയ മെറ്റലിന് ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത്. അതുപോലെ ലെസർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിന് റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുന്നതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് ഒക്കെ റിഡോക്സ് റിയാക്ഷൻസ് ആണ്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള. Based on the reactivity series, predict which among these undergo a displacement reaction. അതായത് നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് നിങ്ങളെ കയ്യിലുണ്ടല്ലോ, ആ റിയാക്ടിവിറ്റി സീരീസ് നോക്കിയിട്ട് ഇതിൽ ഏതൊക്കെ റിയാക്ഷൻസ്, ഏതൊക്കെ പിക്ചർ കൊടുത്തിട്ടുണ്ടോ, ഒരു 5 റിയാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതിലൊക്കെയാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പോസിബിൾ ആയിട്ടുള്ളത് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇപ്പൊ റിയാക്ടിവിറ്റിന്റെ ബേസിലാണ് പറയേണ്ടത്. അപ്പൊ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണ്? റിയാക്ടിവിറ്റി കൂടിയ മെറ്റല് റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിനെ അതിന്റെ സൊല്യൂഷനിൽ നിന്നാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്. അതായത് എപ്പോഴും റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽ ആയിരിക്കണം സൊല്യൂഷനിൽ ഉണ്ടാവേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുള്ളൂ. അല്ലാതെ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലാണ് നമ്മൾ റോഡായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ
ആ മെറ്റലിന് മറ്റേ സൊല്യൂഷനിൽ നിന്നും റിയാക്ടിവിറ്റി കൂടിയതിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ കഴിയില്ല. എപ്പോഴും റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ റിയാക്ടിവിറ്റി കുറഞ്ഞതിനെയാണ് സൊല്യൂഷനിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് എടുത്തു നോക്കാം. മെഗ്നീഷ്യം ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ്. മെഗ്നീഷ്യം ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. അപ്പൊ ഇവിടെ നിങ്ങൾ റിയാക്ടിവിറ്റി സീരീസ് നോക്കൂ. മെഗ്നീഷ്യം എവിടെയാണ്? ഹൈഡ്രജന് മുകളിലാണ് അല്ലെ. കോപ്പർ ഹൈഡ്രജന് താഴെയാണ്. അപ്പൊ ഏതിനാ റിയാക്ടിവിറ്റി കൂടുതൽ? മെഗ്നീഷ്യത്തിനാണ് അല്ലെ. മെഗ്നീഷ്യത്തിന് റിയാക്ടിവിറ്റി കൂടുതലാണ്, കോപ്പറിന് കുറവാണ്. അപ്പൊ ഇവിടെ നമ്മുടെ മെഗ്നീഷ്യം ആണല്ലോ റോഡായിട്ട് എടുത്തിട്ടുള്ളത്, കോപ്പർ ആണ് സൊല്യൂഷൻ ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ മെഗ്നീഷ്യം റിയാക്ടിവിറ്റി കൂടിയ മെഗ്നീഷ്യം റിയാക്ടിവിറ്റി കുറഞ്ഞ കോപ്പറിനെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യും. അപ്പൊ ഇവിടെ ഫസ്റ്റ് കേസിൽ എന്ത് ചെയ്യും? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ടേക്സ് പ്ലേസ്, നടക്കും. ഇനി സെക്കൻഡ് കേസ്, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ സിൽവർ ആണ് ഡിപ്പ് ചെയ്തിട്ടുള്ളത്. സിൽവറിന്റെ റോഡാണ് ഡിപ്പ് ചെയ്തത്. അപ്പൊ ഇവിടെ ഏതിനാണ്? സിൽവറിനാണോ കോപ്പറിനാണോ റിയാക്ടിവിറ്റി കൂടുതൽ? കോപ്പറിനാണ് അല്ലെ. ഹൈഡ്രജന് താഴെ കോപ്പർ, സിൽവർ, ഗോൾഡ് ആ ക്രമത്തിലാണ് ഉള്ളത് അല്ലെ. അപ്പം കോപ്പറിന് റിയാക്ടിവിറ്റി കൂടുതലാണ് സിൽവറിനെക്കാളും. അപ്പം ഈ ഒരു കേസിൽ നമ്മൾ റിയാക്ഷൻ നടക്കുവോ? ഇല്ല. കാരണം എന്താണ്? റിയാക്ടിവിറ്റി കൂടിയ മെറ്റലാണ് റോഡായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലാണ് ഇവിടെ റോഡായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിന് സൊല്യൂഷനിൽ നിന്നും റിയാക്ടിവിറ്റി കൂടിയതിനെ ഒരിക്കലും ഡിസ്പ്ലേസ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഈ ഒരു കേസിൽ നമ്മുടെ റിയാക്ഷൻ നടക്കില്ല, നോട്ട് ടേക്സ് പ്ലേസ്. ഇനി അടുത്തത് മെഗ്നീഷ്യം റോഡ് ഡിപ്ഡ് ഇൻ ZnSO4 സൊല്യൂഷൻ. ZnSO4 സൊല്യൂഷനിൽ മെഗ്നീഷ്യം ഡിപ്പ് ചെയ്ത്. അപ്പൊ സിങ്കിന്റെയും മെഗ്നീഷ്യത്തിന്റെയും പൊസിഷൻ നോക്കണം നമുക്ക് റിയാക്ടിവിറ്റി സീരീസിൽ. എവിടെയാണ്? റിയാക്ടിവിറ്റി സീരീസിൽ സിങ്കിന് മുകളിലാണ് മെഗ്നീഷ്യം അല്ലെ. സിങ്കിന് മുകളിലാണ് മെഗ്നീഷ്യം കിടക്കുന്നത്. അതായത് മെഗ്നീഷ്യത്തിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ. അപ്പൊ മെഗ്നീഷ്യം ആണല്ലോ ഇവിടെ റോഡായിട്ട് എടുത്തിട്ടുള്ളത്. മെഗ്നീഷ്യം ആണ് നമ്മൾ റോഡായിട്ട് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റിയാക്ടിവിറ്റി കൂടിയത് റോഡായിട്ട് എടുത്തിട്ടുണ്ട്, റിയാക്ടിവിറ്റി കുറഞ്ഞതാണ് സൊല്യൂഷനിൽ. അപ്പം എന്ത് ചെയ്യും? മെഗ്നീഷ്യം സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്നും സിങ്കിനെ ഡിസ്പ്ലേസ് ചെയ്യും. അപ്പൊ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ടേക്സ് പ്ലേസ്. ഇനി ഫോർത്ത് വൺ, മെഗ്നീഷ്യം ഡിപ്ഡ് ഇൻ AgNO3 സൊല്യൂഷൻ. മെഗ്നീഷ്യവും സിൽവറും ഏതിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ? മെഗ്നീഷ്യം എവിടെയാണ്? മെഗ്നീഷ്യം ഹൈഡ്രജന് മുകളിലാണ് കിടക്കുന്നത്, സിൽവർ ഹൈഡ്രജന് താഴെയാണ് കിടക്കുന്നത്. അപ്പൊ സിൽവറിന് റിയാക്ടിവിറ്റി കുറവാണ്, മെഗ്നീഷ്യത്തിന് കൂടുതലാണ്. അപ്പൊ മെഗ്നീഷ്യം ആണല്ലോ ഇവിടെ റോഡായിട്ട് എടുത്തിട്ടുള്ളത്, സിൽവർ താഴെ സൊല്യൂഷനിലാണുള്ളത്. അപ്പം ഈ മെഗ്നീഷ്യം സൊല്യൂഷനിൽ നിന്നും സിൽവറിനെ ഡിസ്പ്ലേസ് ചെയ്യും അല്ലെ. അപ്പൊ അവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ടേക്സ് പ്ലേസ്. ഇനി കോപ്പർ റോഡ് ഡിപ്ഡ് ഇൻ മെഗ്നീഷ്യം സൾഫേറ്റ് സൊല്യൂഷൻ. ഇതിൽ റിയാക്ഷൻ നടക്കുമോ? നമുക്ക് നോക്കാം. കോപ്പറിന്റെയും മെഗ്നീഷ്യത്തിന്റെയും പൊസിഷൻ നോക്കാം. കോപ്പർ എവിടെയാണ്? ഹൈഡ്രജന് താഴെയാണ്. മെഗ്നീഷ്യം എവിടെയാണ്? ഹൈഡ്രജന് മുകളിലാണ് അല്ലെ. അപ്പൊ ഇവിടെ റിയാക്ടിവിറ്റി ആർക്കാ കൂടുതൽ? മെഗ്നീഷ്യത്തിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ കോപ്പറിനേക്കാളും. അപ്പൊ ഇവിടെ റിയാക്ടിവിറ്റി കുറഞ്ഞ കോപ്പർ അല്ലേ റോഡായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് റിയാക്ഷൻ നടക്കുമോ? ഇല്ല. റിയാക്ടിവിറ്റി കൂടിയ മെറ്റലാണ് റോഡായിട്ട് എടുക്കേണ്ടത്, ഡിപ്പ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ റിയാക്ഷൻ നടക്കുള്ളൂ. അപ്പൊ ഇതിലും റിയാക്ഷൻ നടക്കില്ല. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഈ ക്വസ്റ്റ്യനിൽ ആകെ നമുക്ക് അറിയേണ്ടത് എന്താണ്? റിയാക്ടിവിറ്റി സീരീസിലുള്ള മെറ്റലിന്റെ പൊസിഷൻ അറിയണം. പിന്നെ അറിയേണ്ടത് എപ്പോഴും റിയാക്ടിവിറ്റി കൂടിയ മെറ്റലാണ് നമ്മൾ ഡിപ്പ് ചെയ്യേണ്ടത്. സൊല്യൂഷനിൽ ഉണ്ടായിരിക്കേണ്ടത് റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലാണ്. അങ്ങനെയാണെങ്കിൽ റിയാക്ടിവിറ്റി കൂടിയ മെറ്റലിന് റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിനെ സൊല്യൂഷനിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇത്രയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പോവുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സെല്ലുകൾ തുടങ്ങണം. ഈ ഒരു റിയാക്ഷൻ കൂടി നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.